വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വി സ്റ്റോ പ്രസൻസ് വോയിസ് ഓഫ് ഫാഷൻ ബൈ NM Studio. ഇന്ന് നമ്മുടെ ഗസ്റ്റ് നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതായത് നമ്മളിപ്പം കാണുന്ന മോഡൽസിനൊക്കെ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ്, ഒരു ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ കാണുക. റാമ്പിലാണെങ്കിലും നമ്മൾ റാമ്പിലാണ് എല്ലാവരെയും കാണുന്നത്, റൈറ്റ്? സോ ഇവരൊക്കെ ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുള്ളായി ഒരുക്കി വിടുന്ന ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന കുറേ പ്രൊഫഷണൽസിനെ നമ്മൾ അറിയാറില്ല. അതിൽ എന്താ പറയുക, ഈ വ്യക്തിയുടെ വർക്ക് എന്ന് പറയുന്നത് റിമാർക്കബിൾ കോൺട്രിബ്യൂഷനാണ്. ലൈക്ക് ആള് സ്റ്റൈൽ ചെയ്തത് കണ്ടാൽ നമുക്കറിയാം, ഓക്കെ ഈ ആളാണ് ഈ സ്റ്റൈൽ ചെയ്തേക്കുന്നത് എന്നുള്ളത്. അത്രയും യുണീക്ക് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഹാൻ ടോം ടു ദ ഷോ. ഞാനേ ഇപ്പം നമ്മള് ഈ ഇന്റർവ്യൂവിന് മുന്നേ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എപ്പോഴും വിചാരിച്ചത് ഹാൻ മലയാളി അല്ല, കേരളത്തിൽ വന്നതിന് ശേഷമാണ് മലയാളമൊക്കെ പഠിച്ചത്. ലൈക്ക് അങ്ങനെയാണ് എനിക്ക് അങ്ങനെയായിരുന്നു അറിയണ്ടായിരുന്നത്. പക്ഷെ എന്താണ് ഇത് അറിയാനൊരു ആക്ച്വലി ഞാൻ പ്യുവർ മലയാളി, മിക്സ് ഒന്നും അല്ല, പ്യുവർ മലയാളി. പക്ഷെ കുറച്ച് നാള് ബാംഗ്ലൂർ ആയിരുന്നു, ഞാൻ ഇവിടെ അല്ലായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം കണ്ടിന്യൂസ് ഉണ്ട്. ഇപ്പൊ എല്ലാരും വിചാരിച്ചിരിക്കണത് ഇപ്പം തോന്നിയ പോലെ എല്ലാരും ചോദിക്കാറുണ്ട് മലയാളിയാണോ. ഈ അടുത്ത് വരെയാണ് കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ മനസ്സിലായത് ഞാൻ പ്യുവർ മലയാളിയാണെന്നുള്ളത്. കൺഫ്യൂഷൻ നേരത്തെ ഉണ്ട് എല്ലാവർക്കും. സോ ഇത് ഫസ്റ്റ് ടൈം അല്ല. ഓക്കെ. സോ ഈ ഒരു സ്റ്റൈലിംഗിലേക്ക് വന്നത് ഇപ്പം സ്റ്റൈലിംഗ് ആയിട്ടല്ലല്ലോ നമ്മൾ തുടങ്ങുന്നത്. ഇതിനു മുന്നേ വേറെ കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വേറെ ഒരു ഫീൽഡിലേക്ക് പോകേണ്ട ആളായിരുന്നു. പിന്നെ ഇവഞ്ച്വലി സ്റ്റൈലിംഗിലേക്ക് വന്നതാണ്, റൈറ്റ്? സോ എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി, ഇനീഷ്യൽ ജേർണി? ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ ഫാഷൻ ക്ലോതിങ്ങിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ചെറുപ്പം തൊട്ടേ. പിന്നെ എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. കാരണം എന്റെ ഇൻട്രസ്റ്റ് എല്ലാം നോർമൽ ഒരു എന്റെ ഏജിന്റെ എന്റെ ആ ഇയേഴ്സിൽ വന്ന ആൾക്കാരുടെ ടൈപ്പ് ചോയ്സസ് അല്ലായിരുന്നു. കാരണം എന്റെ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞ റംഗീല. മീൻസ് ഫസ്റ്റ് ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന ഫിലിം റംഗീല എന്ന് അറിയാലോ, ഹിന്ദി മൂവിയാണ്. അത് A സർട്ടിഫൈഡ് മൂവി ആയിരുന്നു. അതും തിയേറ്ററിൽ പോയി കാണുക, അതും ഒപ്പം പഠിക്കുന്ന പിള്ളേരുടെ ഒപ്പം പോയി കാണുക, അതും സ്പെഷ്യലി ഗേൾസിന്റെ ഒപ്പം പോയി കാണുക. ഇതൊക്കെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ഉണ്ടായ സമയമാണ്. ഞാൻ അങ്ങനെയാണ് എന്റെ ടേസ്റ്റ് വന്നത്. ഞാൻ കണ്ടുകൊണ്ടിരുന്ന സീരീസ് ഒക്കെ HBO-ല് ഉച്ചയ്ക്ക് 3 മണിക്ക് വരുന്ന സെക്സ് ഇൻ ദ സിറ്റിയും ഫ്രണ്ട്സും ഇങ്ങനത്തതായിരുന്നു എന്റെ ടേസ്റ്റ് വന്നിരുന്നത്. അപ്പം അതെല്ലാം കണ്ടപ്പോഴത്തേക്കും മേ ബി അതെന്നെ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടാവും. ഫാഷൻ, വെസ്റ്റേൺ ഡ്രസ്സിങ്, ഫാഷൻ എല്ലാം അപ്പൊ ചെറുപ്പം തൊട്ടേ ഉണ്ട്. പക്ഷെ എന്റെ ഫാമിലിയിൽ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഞാനൊരു ഫാഷൻ ഫീൽഡിലേക്ക് പോകാനായിട്ട്. കാരണം എന്റെ ആ സമയത്തൊക്കെ പറഞ്ഞ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും കൂടിയില്ല. നമ്മൾ ആരെടുത്താ പോയിട്ട് ചോദിക്കുക ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് ആരുമില്ല. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ എന്റെ പാരന്റ്സിന് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ആ സമയത്ത് പോപ്പുലർ ആയിട്ട് നിന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. അപ്പം ഹോട്ടൽ മാനേജ്മെന്റ് ആണ് എന്റെ ഡാഡി റെക്കമെൻഡ് ചെയ്തത്. കാരണം അത് ബേസിക്കലി ഒരു ഹോട്ടൽ ഫീൽഡിൽ നിന്നായിരുന്നു എന്റെ പാരന്റ്സ്. എന്റെ ഡാഡിയുടെ ബിസിനസ് ഹോട്ടലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഹോട്ടൽ മാനേജ്മെന്റ്. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റിന് യെസ് പറഞ്ഞ കാരണം എനിക്ക് ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അതൊരു റീസൺ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് പെടുന്നത്. പക്ഷെ ബാംഗ്ലൂർ ചെന്ന് പെട്ടപ്പോഴും ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹോസ്റ്റല് അങ്ങനെയായിരുന്നു. എനിക്ക് വേറെ എക്സ്പോസർ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞു ഞാൻ ട്രെയിനിങ്ങിന് പോയി. പിന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് കസ്റ്റമർ സർവീസ് ആയിരുന്നു. മീൻസ് ഫ്രണ്ട് ഓഫീസ് കസ്റ്റമർ സർവീസ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് വന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല ഹോട്ടൽ മാനേജ്മെന്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബാംഗ്ലൂർ തിരിച്ച് കോൾ സെന്ററിലേക്ക് പോകുന്നത്. കോൾ സെന്റർ വേക്കൻസി, കാരണം കസ്റ്റമർ സർവീസ് കോൾ സെന്റർ, കാരണം ട്രെയിനിങ് എല്ലാം അങ്ങനെയാണ്. എങ്ങനെയാണ് കസ്റ്റമർ സംസാരിക്കുന്നത്, ബിഹേവ് ചെയ്യുന്നത്. അതിൽ ഓൾറെഡി എനിക്ക് ഡിഗ്രി ഉള്ളത് കൊണ്ട് എനിക്ക് കോൾ സെന്റേഴ്സിലേക്ക് ഇവിടെ കൊച്ചിയിൽ തന്നെ ഇന്റർവ്യൂ ചെയ്ത് 24/7 എന്ന് പറഞ്ഞ കോൾ സെന്ററിലേക്ക് ഞാൻ കോൾ സെന്റർ ഏജന്റ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫാഷനിലേക്ക് ഇറങ്ങുന്നത്. കാരണം വർക്ക് ചെയ്യുന്നത് സ്വന്തം പൈസ കൊണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സാലറി വാസ് 25,000. ആ സമയത്ത് ബാംഗ്ലൂർ കോൾ സെന്ററിൽ
₹25,000 സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ അക്കോമഡേഷൻ. പിന്നെ നമുക്ക് ഫുഡിനൊക്കെ കമ്പനി തന്നെ നമുക്ക് കൂപ്പോൺസ് തരും. ലൈക് മാസത്തേക്ക് ഇത്ര കൂപ്പോൺസ്, ലൈക് 500ന്റെ 20 കൂപ്പോൺസ്, 1000ന്റെ 20 കൂപ്പോൺസ്, 150, 200 എന്ന് പറഞ്ഞ കൂപ്പോൺസ് ആണ്. അപ്പൊ നമുക്ക് ഈ കൂപ്പോൺസ് പോയിട്ട് ഷോപ്പിംഗ് മീൻസ് ഡ്രസ് അല്ല, ലൈക്ക് റെസ്റ്റോറന്റിൽ പോയി നമുക്ക് ആ എടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാകും. പിന്നെ മാർക്കറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുമ്പം ആ ടൈപ്പ് ആ സമയത്ത് ബാംഗ്ലൂരിൽ കോൾ സെന്ററിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കൂപ്പോൺസ് ആണ്. അപ്പൊ ക്യാഷ് വരുന്ന 25,000 ലിറ്ററലി കംസ് ടു യുവർ അക്കൗണ്ട്. അപ്പൊ പിന്നെ നമ്മളുടെ ലൈഫാണ്. അതുമല്ല മൺഡേ ടു ഫ്രൈഡേ വരെ വർക്ക് ചെയ്താൽ മതി. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ നൈറ്റ്, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ദിവസം ഹോളിഡേ ആണ് കോൾ സെന്റേഴ്സിൽ വർക്ക് ചെയ്യും. അപ്പം 5 ദിവസം 4 ദിവസം വർക്ക് ചെയ്താൽ മതി, 3 ഡേയ്സ് ഹോളിഡേയ്സ്. പിന്നെ നമുക്ക് പോകേണ്ടത് മൺഡേ രാത്രിയാണ് വർക്കിന് പോകേണ്ടത്. അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈല്. പിന്നെ എനിക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ലൈക്ക് കണക്ഷൻസ്, ലൈക്ക് പാർട്ടീസ് പോകുമ്പോഴത്തേക്ക് ഫാഷൻ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്തു. പിന്നെ അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിലെ ഫാഷനിലേക്ക് കടക്കുന്നത്. അവിടെ ദിനേശ് രാജ് എന്ന് പറഞ്ഞ ഡിസൈനർ എന്റെ ഫ്രണ്ടാണ്. പുള്ളി ഡിസൈനറാണ്. പുള്ളിയുടെ പരിചയപ്പെട്ടു ഒരു സ്ഥലത്ത് ഒരു പാർട്ടിക്ക് വലിയ വെച്ചിട്ട്. പിന്നെ അവിടെ നിന്ന് രാജേഷ് ഷെട്ടി. പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ എനിക്ക് പ്രസാദ് പിറ്റപ്പ, ശ്രീധർ സാർ ഇവരുടെയൊക്കെ ഒപ്പം ബാക്ക് സ്റ്റേജിൽ എനിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ബാക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ബാക്ക് സ്റ്റേജ് ഹെൽപ്പേഴ്സ് വരില്ലേ, അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വർക്ക് ചെയ്തപ്പോഴത്തേക്കും മോഡൽസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നത് ബിപാഷയും ജോൺ അബ്രഹാം ഒക്കെ പ്രസാദിന്റെ മോഡൽസ് ആയിരുന്നു. അപ്പോഴും നമുക്കറിയാൻ പാടില്ല ഇവര് വലിയൊരു ഫേമസ് സ്റ്റാർസ് ആയിപ്പോ ബോളിവുഡ് ആക്ടേഴ്സ് ആവും എന്നൊക്കെ. ലിറ്ററലി ഐ വാസ് ഹെൽപ്പിംഗ് ദം ചേഞ്ചിങ്ങിലും ഇതിലും. സ്റ്റൈലിങ്ങും ആ വശത്തേക്ക് അടക്കാൻ പറ്റില്ല. നമുക്കിങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കാൻ, അയൺ ചെയ്യാൻ, അങ്ങനെയൊക്കെ ബാക്ക് സ്റ്റേജ് ഹെൽപ്പേഴ്സ്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ബാക്ക് സ്റ്റേജ് ഹെൽപ്പർ ആയിട്ടാണ് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പൊ അവിടുന്ന് പിന്നെ സ്റ്റൈലിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? എങ്ങനെ സ്റ്റൈലിംഗിലേക്ക് എത്തി? ബാക്ക് സ്റ്റേജ് ഹെൽപ്പേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നത്തെ പോലെ അല്ല, നല്ലോണം കഷ്ടപ്പെടണം. നമ്മളുടെ സ്വന്തം കാശ് കൊടുത്ത് തന്നെ വെന്യൂവിൽ പോവുക, അവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ നമുക്ക് പേയ്മെന്റ്സ് ഒന്നുമില്ല. തിരിച്ച് നമ്മൾ ഷോ കഴിയുമ്പോഴത്തേക്കും ഒരു 12:30, 1:30 ഒക്കെ ആവും ഷോ കഴിയുമ്പോൾ. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ചെയ്യണം. പിന്നെ ഓട്ടോയിൽ തന്നെയാവും കാശ്. അപ്പം അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പ് പോലെ, ലൈക്ക് ദിനേശ് പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് ചെറിയ ചെറിയ ഡിസൈൻസ് ചെയ്ത് ഷൂട്ട്സ്, പോർട്ട്ഫോളിയോസ് ഒക്കെ എടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ അതിനും ദിനേശിനൊപ്പം പോയി അങ്ങനെ സ്റ്റൈലിംഗ് പഠിച്ചു. അവർ ചെയ്യുന്നത് കണ്ടു പഠിച്ചു. അങ്ങനെയാ. പിന്നെ രാജേഷ് ഷെട്ടിയോടൊപ്പം ഷോസിന് പോയിട്ടുണ്ട്. ബാക്ക് സ്റ്റേജിൽ അവരെ കോസ്റ്റ്യൂം ചെയ്യുന്നത്, അങ്ങനെ സ്റ്റൈലിംഗ്, ഗാർമെന്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് എന്തൊക്കെ ഡിഫറെന്റ് വെറൈറ്റീസ്, അതെങ്ങനെയൊക്കെയാണ് നമുക്ക് എൻഹാൻസ് ചെയ്യാം. ഒരു മോഡലിനെ കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് പോർട്ട്ഫോളിയോ കോസ്റ്റ്യൂംസ് ഡിസൈഡ് ചെയ്യുന്നത്, ലൈക്ക് ലുക്ക് ചേഞ്ചസ്. ഒരു മോഡലിൽ ഒരു പോർട്ട്ഫോളിയോയിൽ വരാൻ നേരത്ത് എന്തെല്ലാം ചേഞ്ചസ് ആണ് നമ്മൾ അതിനകത്ത് ആഡ് ഓൺ ചെയ്യേണ്ടത്. പിന്നെ ആ പോർട്ട്ഫോളിയോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം ആക്ടിംഗിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഡിഫറെന്റ് പോർട്ട്ഫോളിയോ ആയിരിക്കും. മോഡലിംഗ്, റാം ഷോസ്, TVC ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഡിഫറെന്റ് ടൈപ്പ് പോർട്ട്ഫോളിയോസ് ആയിരിക്കും എടുക്കുന്നത്. ലൈക്ക് എവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ അതനുസരിച്ച് അപ്പൊ അതെങ്ങനെയൊക്കെ ചെയ്യാം, ഇവിടത്തെ എന്തൊക്കെ ഗാർമെന്റ്സ് ആഡ് ഓൺ ചെയ്യാം, എങ്ങനെയായിരിക്കണം അവരുടെ ലുക്ക്. ലൈക്ക് ഫ്രം ഒരു ന്യൂഡ് മേക്കപ്പ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഹൈ ഫാഷനിലേക്ക് വരെ അതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്. ഫസ്റ്റ് ന്യൂഡ്, പിന്നെ കുറച്ച് മേക്കപ്പ് തന്നെ കൂട്ടി, പിന്നെ ഹെയർ സ്റ്റൈൽസും ഡിഫറെന്റ് ചേഞ്ചസ് ആയിട്ട് ഹൈ ഫാഷനിലേക്ക് വന്ന് ഇതൊക്കെയാണ് ഞാൻ അവിടെ പഠിച്ചത്. അപ്പം ഇതെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആണ് എനിക്ക് ഇപ്പോഴും. ഷോസും ചെയ്യാൻ നേരത്തായാലും ഷൂട്ട് ചെയ്യാൻ നേരത്തും ആ ബേസ് കിട്ടിയത് ഒരു ഭയങ്കര വലിയൊരു നോളേജ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഫേസില് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മളിപ്പം എല്ലാ ഫീൽഡിലും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ, സെയിം ഫീൽഡിലുള്ള. സോ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ, ഒരു റോൾ മോഡൽ ഉണ്ടായിരുന്നോ? റോൾ മോഡൽ എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ സമയത്തില്ലായിരുന്നു. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പം ഞാൻ കൂടുതലുണ്ട് ഹിന്ദി, ഇംഗ്ലീഷ് സീരീസ് അങ്ങനെയാ വരുന്നത്. മലയാളമൊക്കെ ഭയങ്കര റെയറാണ്. അപ്പൊ അങ്ങനെ കണ്ട് നമ്മൾക്ക് ഇൻസ്പിറേഷൻ തോന്നി, ഈ ഗാർമെന്റ്സ് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. റോൾ മോഡലൊന്നും ആ സമയത്തൊന്നും എനിക്ക് അങ്ങനെ
റോൾ മോഡൽ ആവണം. കാരണം നമുക്ക് എക്സ്പ്ലോസർ ഇല്ലല്ലോ. മീൻ ഇപ്പോഴത്തെ പോലെ നമുക്ക് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ അങ്ങനെ ഒന്നും ഇല്ല. നമ്മളിപ്പോ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഡ്രേപ്പ് സ്റ്റൈൽ, ഇപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ ഒരു ഡ്രേപ്പ് സ്റ്റൈല് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് നമ്മൾ ആ ഡ്രേപ്പ് സ്റ്റൈല് നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്യേണ്ടത്, അതിന്റെ ടെക്നിക്സ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററലി യു ഹാവ് ടു ഗോ ടു ദ പർട്ടിക്കുലർ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ ഒരു ഗുജറാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രേപ്പിംഗ്, നമ്മള് ഈ പഞ്ചാബീസ് കെട്ടുന്ന തല ഇതില്ലേ പാസ, അപ്പൊ അത് പേരിക്ക് പറഞ്ഞത്, അത് കെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ യൂട്യൂബിൽ ഞാൻ എക്സാമ്പിൾ പറയണം, യൂട്യൂബിൽ കണ്ടറിയാം. പക്ഷെ നമ്മൾ പറഞ്ഞാൽ അത് കെട്ടുന്ന ആളുടെ അടുത്ത് പോയി പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഡ്രേപ്പിംഗ് തന്നെ ഇപ്പം കുറെ ഡ്രേപ്പിംഗ് ഉണ്ട്, ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ ഗുജറാത്തി ഉണ്ട്, ബംഗാളി ഉണ്ട്. ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ഇല്ല. അപ്പൊ നമ്മൾ വി ഗോ ടു ലിറ്ററലി ദിസ് പേഴ്സൺ, ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമ്മൾ അങ്ങനെ കണ്ട് അവർ പറഞ്ഞു തന്ന് പഠിക്കുന്നതായിരുന്നു അന്നത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആ പഠിക്കുന്നത് എപ്പോഴും മെമ്മറിയിൽ നിൽക്കും. ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നോക്കിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. പണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഞാൻ പോകണം അവിടെ പഠിക്കാനായിട്ട്. അങ്ങനെ അത് ആ ഫൗണ്ടേഷൻ ഭയങ്കര ബേസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, പഠിച്ച വളർന്ന ആ ലെവലിൽ വന്നത്. പിന്നെ അത് അപ്ഡേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഓരോ ഡ്രേപ്പിംഗ് ആയാലും നമ്മൾ ലിറ്ററലി വി പുട്ട് സാരി ഓൺ, ലൈക്ക് നമ്മളെ മേത്തിട്ടിട്ട് ഡിഫറെന്റ് ഡ്രേപ്പിംഗ് ചെയ്ത് നോക്കാറുണ്ട് മിററിന്റെ മുൻപിൽ. അപ്പൊ ഈ സ്റ്റൈൽ കുഴപ്പമില്ല, അപ്പൊ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ഡ്രേപ്പ് വരുന്നുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഡ്രേപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞ ഒരു ഇൻസിഡന്റ് പറയാൻ ഞാൻ നോക്കുന്നത്, നമ്മുടെ ബീറ്റിലില്ലേ, വോക്സ് വാഗൺ ബീറ്റിൽ, യെല്ലോ ബീറ്റിൽ, ഈ യെല്ലോ ബീറ്റിലിന്റെ കാർ ലോഞ്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. കാലിക്കറ്റിൽ ലോഞ്ചാണ് ഷോ. അപ്പൊ അതിനകത്ത് 12 ഗേൾസും 4 ബോയ്സും ആണ് ഷോ നടക്കുന്നത്. അപ്പൊ നമ്മള് കോസ്റ്റ്യൂം എല്ലാം റെഡിയായി 2 ദിവസം മുമ്പ് കാലിക്കറ്റിലേക്ക് പോകണം. കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തെല്ലാം ചെയ്തു. പെട്ടെന്ന് ക്ലൈന്റ് വിളിച്ചിട്ട് പറഞ്ഞത്, നമ്മുടെ അടുത്ത് പറഞ്ഞത് ബീറ്റിൽ യെല്ലോ, ആ കാർ ലോഞ്ച് ആവുന്നത്. അപ്പൊ ബീറ്റിൽ യെല്ലോ ഭയങ്കര വൈബ്രന്റ് യെല്ലോ ആണ്. ആ യെല്ലോയിൽ എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 2 ദിവസം ഉള്ളു സമയം. അപ്പം സ്റ്റിച്ച് ചെയ്യാൻ എനിക്കന്ന് യൂണിറ്റ് പോലും കൂടി ഇല്ല കൊച്ചിയിൽ. നമ്മള് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും യെസ് എന്ന് പറയും ചെയ്തു ക്ലൈന്റിന്റെ അടുത്ത്. അപ്പം ഞാനും എന്റെ ഡാലും കൂടി ഡിസ്കസ് ചെയ്ത് എന്താ ചെയ്യാന്നുള്ളത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഞങ്ങള് ബ്രോഡ്വേ പോയിട്ട്, ഞാൻ ബ്രോഡ്വേ പോയി ബീറ്റൽ യെല്ലോന്റെ കളർ മാച്ചിങ് നോക്കിയിട്ട് മെറ്റീരിയൽ എടുത്തു. ഒരു 10-20 മീറ്റർ 25 മീറ്റർ മെറ്റീരിയൽ വാങ്ങിയിട്ട് എല്ലാ മീറ്ററും 2.5 വെച്ച് കട്ട് ചെയ്തു. 2.5 ലെങ്തിൽ കട്ട് ചെയ്തിട്ട് ഷോ തുടങ്ങുന്നതിന്റെ 3-4 മണിക്കൂർ മുമ്പ് ലിറ്ററലി ഡ്രേപ്പ് ചെയ്തു കോസ്റ്റ്യൂം. മോഡൽസിന്റെ മേത്ത് ലിറ്ററലി ഡ്രേപ്പ് ചെയ്തു സേഫ്റ്റി പിൻ വെച്ചിട്ട്. ആ പിക്ചേഴ്സ് ഞാൻ ഇപ്പോഴും കാണുമ്പോഴത്തേക്കും അത് എങ്ങനെ ആ സമയത്ത് കോക്ടെയിൽ ഡ്രസ്സ് പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഡ്രേപ്പ് ഫ്രിൽസ് ഒക്കെ വെച്ചിട്ട് ഇപ്പോഴും എന്റെ ഫേസ്ബുക്കിൽ ആ പിക്ചർ കിടപ്പുണ്ട്. ബീറ്റിൽ യെല്ലോയിൽ ജസ്റ്റ് 2.5 മീറ്റർ തുണിയിലാണ് അത് ചെയ്തത്. അന്ന് നമുക്ക് ഇത് എങ്ങനെ ഡ്രേപ്പ് ചെയ്യും പഠിക്കാൻ സ്ഥലമൊന്നുമില്ല. നമ്മളതങ്ങനെ ചെയ്ത് മാനിക്യൂലിട്ട് ചെയ്ത് അങ്ങനെ കുറച്ചൊരു 12 സാധനം ചെയ്ത് ആ സമയത്ത് നമ്മൾ ചെയ്ത് ഇത് ഭയങ്കര ഹിറ്റായതിനു ശേഷം ഈ സെയിം ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആൾക്കാർ തന്നെ ഇവര് തന്നെ പറഞ്ഞു ഈ സെയിം ലിറ്ററലി ഈ സാധനം തന്നെ ഒരു മൂവി ലോഞ്ചിന് വേണമെന്ന് പറഞ്ഞു. അത് ഏത് മൂവി ലോഞ്ചാന്ന് ചോദിച്ചാൽ ദുൽഖറിന്റെ സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ ഫിലിമിന്റെ ലോഞ്ച്. ആ ലോഞ്ചിന് ഇപ്പോഴും നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. മോഡൽസ് ഒരു റെഡ് ചെക്കും ഒരു ബ്ലാക്ക് ഡ്രസ്സും, അതും ലിറ്ററലി ഡ്രേപ്പ് ചെയ്തതാണ്. മോഡൽസ് വാക്ക് ചെയ്യും അതിട്ടിട്ട്. നമ്മൾ സ്റ്റിൽ ഷൂട്ട് അല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോന്റെ ഉള്ളിൽ നമ്മൾ ക്യാമറ വെച്ചിട്ട് ചെയ്യുന്നത്. ലിറ്ററലി ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നതാ റാമ്പിൽ വാക്ക് ചെയ്ത്. അപ്പൊ ആ ഡ്രേപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനതൊരു എക്സ്പീരിയൻസ്, അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ അത്രയും ഡിഫറൻസിന്ന് നമ്മളിപ്പം കണ്ടോ, എത്ര ഡിഫറൻസിലേക്ക് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററലി യു ഹാവ് ടു വർക്ക് ഹാർഡ്. അങ്ങനെയാ വന്നത്. ഈ ഒരു ജേർണിയില് ഒരു ബ്രേക്കിംഗ്, ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് ത്രൂ, ഒരു ടേണിംഗ് പോയിന്റ് അങ്ങനെ എന്തെങ്കിലും? ടേണിംഗ് പോയിന്റ്, യെസ്. ഞാൻ ബാംഗ്ലൂരിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഇങ്ങനെ ഷൂട്ട്സും അതൊക്കെ ആയിട്ട് നടക്കാണ്. അപ്പം ഞാൻ ഒരിക്കലും ബാംഗ്ലൂരിൽ നിന്ന് വരൂലായിരുന്നു. ബാംഗ്ലൂർ ശരിക്കും അവിടെ സെറ്റിൽ ആകാനുള്ളൊരു മൈൻഡിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മള് ആ സമയത്തൊക്കെ
ബാംഗ്ലൂരിൽ പോയി വർക്ക് ചെയ്യുന്ന ഇത്രയും സാലറി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, ബാംഗ്ലൂർ പോയി ചിത്തായി പോവും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാരന്റ്സിന്റെ പ്രഷർ കൊണ്ട് മാത്രമാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ലൈക്ക് സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞിട്ടും ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാൻ പാടില്ല. ലൈക്ക് ഹോട്ടൽ മാനേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല, ഫാഷനിലേക്കാണ് താല്പര്യം, ഡിസൈനിങ് ഇത്. ആ സമയത്തൊന്നും ബൊട്ടീക്ക് ഓപ്പൺ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വന്നിട്ടില്ല, ബൊട്ടീക്കിന്റെ ആ ഒരു വേവ് ഒന്നും വന്നിട്ടില്ല. ഞാൻ എന്റെ പ്രൊഫൈലും കൊണ്ട് ഞാൻ ഇവിടുത്തെ ആ സമയത്തുണ്ടായ മേജർ ആഡ് ഏജൻസീസും പിന്നെ ഫാഷൻ ഹൗസസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഫാഷൻ ഹൗസ് എന്ന് പറയാൻ ആരും ഇല്ല, ആകെ ലുക്മാൻസ് ഇന്നും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പോയി പ്രൊഫൈൽ കൊണ്ട് കൊടുത്തു. അപ്പം എന്റെ എന്താ ചെയ്യുന്നത്, സ്റ്റൈലിസ്റ്റ് ആണ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് ഫസ്റ്റ്. ഐ വാസ് ലൈക്ക് ഷോക്ക്. ഹെയർ സ്റ്റൈലിസ്റ്റ് അല്ല സർ, ഇത് സ്റ്റൈലിസ്റ്റ് ലൈക്ക് ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്, കോസ്റ്റ്യൂം. അത് കോസ്റ്റ്യൂമർ അല്ലേ, സ്റ്റൈലിസ്റ്റ് എങ്ങനെയാണ് സർ, ഇത് ഇങ്ങനെയാണ് സ്റ്റൈല്. അപ്പൊ കൊച്ചിയിൽ വന്നപ്പോൾ ആൾക്കാർക്ക് സ്റ്റൈലിസ്റ്റ് എന്നുള്ള വേർഡ് പോലും കൂടി ആൾക്കാർക്ക് അറിയാൻ പാടില്ല. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റൈലിസ്റ്റ് ഇല്ല, കേരളത്തില് സ്റ്റൈലിസ്റ്റുകളെ ഇല്ല, ബ്ലാങ്ക് ആയിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കോസ്റ്റ്യൂമില് ഷൂട്ട്സിലും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ഡ്രേപ്പ് ചെയ്യുന്ന ചേച്ചിമാരാണ്, സവിത പിന്നെ വേറെ ഏതോ ഒരു ഡ്രേപ്പ് ചെയ്യുന്ന അവരെ ഉണ്ടായിരുന്നുള്ളൂ. കോസ്റ്റ്യൂം ആഡ് ഷൂട്ട്സ് ഒന്നും ഇത്ര ഒന്നും വന്നിട്ടില്ല, എല്ലാം മുംബൈ അവിടെയൊക്കെ പോയി ചെയ്യുന്നതായിരുന്നു. അപ്പം അങ്ങനെ വന്നു, ഇവിടെ വന്ന് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. കേരള ബാംഗ്ലൂരിൽ അത്ര ആയിട്ടില്ല ഫാഷനിൽ, ഒന്നുമില്ല, വെരി ലിറ്ററലി ബ്ലാങ്ക്. ലാസ്റ്റ് ഞാൻ പോയി കോൾ സെന്ററിൽ ജോയിൻ ചെയ്തു, കാരണം എനിക്ക് കോൾ സെന്റർ എക്സ്പീരിയൻസസ് ഉള്ളത് കൊണ്ട്. യെസ്, ഇവിടെ വോഡഫോൺ, അതായത് അന്ന് ഉണ്ടായിരുന്നത് വോഡഫോൺ ആണ്, ടച്ച് മാറിയിട്ട് വോഡഫോൺ. അവിടെ ഞാൻ കോൾ സെന്റർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഡാലുവിനെ പരിചയപ്പെട്ട്. ഡാലുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് ശരിക്കും രാജീവ് പിള്ളയാണ്. ലൈക്ക് ഐ നോ റീമ, അപ്പൊ ബാംഗ്ലൂരിൽ. അപ്പം റീമ രാജീവ് പിള്ളനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അപ്പം രാജീവ് ഡാലുവിന് നമ്പർ തന്ന്, അങ്ങനെയാണ് ആ ബ്രേക്ക് ത്രൂ ടേണിംഗ് പോയിന്റ് വന്നത്. ബട്ട് ഐ വാസ് വെരി ലക്കി, കാരണം എന്റെ ഫസ്റ്റ് ഷോ ഞാൻ ചെയ്തത്, എന്റെ ഫസ്റ്റ് സ്റ്റൈലിംഗ് മീൻസ് ഗാർമെന്റ്സ് ഉൾപ്പെടെ ഫസ്റ്റ് ഞാൻ ചെയ്തത് വെൽ നോൺ ബ്രാൻഡിന് വേണ്ടിയിട്ടാണ്, സണ്ണി ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. സണ്ണി ഡയമണ്ട്സ് നമ്മളുടെ എം ജി റോഡിലുള്ള സണ്ണി ഡയമണ്ട് ഷോറൂമിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ടായിരുന്നു എന്റെ ഫസ്റ്റ് ഷോ ഞാൻ ചെയ്തത് കേരളത്തിൽ. ഫസ്റ്റ് 8 or 10 ലൈക്ക് ന്യൂട്രൽ കളറുള്ള സാരീസ്, ഓർഗാൻസ സാരീസ് വെച്ചിട്ട്. ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലമായിട്ട് പോകുന്ന സമയത്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചലഞ്ച്, ഇതുപോലെ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? എനിക്ക് എല്ലാ ദിവസവും ചാലഞ്ചസ് ആണ്, സോറി. കാരണം സ്റ്റൈലിസ്റ്റ്, ഞാൻ സ്റ്റൈലിസ്റ്റും ഡ്രേപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പം നോർമലി ഫാഷൻ ഷോനാണെങ്കിൽ ഇപ്പൊ കേൾക്കുന്ന മോഡൽസിനെ അറിയാൻ പറ്റിയിരിക്കും, മേക്കപ്പും ഹെയറിനും അത്യാവശ്യം സമയം കിട്ടും, ചിലപ്പോൾ കിട്ടാത്ത സമയങ്ങളുണ്ട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. എനിക്ക് ശരിക്കും ഡ്രേപ്പിങ്ങിനും സ്റ്റൈലിങ്ങിനും ആകെ കിട്ടുന്നത് 1 മണിക്കൂറൊക്കെയാണ്, 1.5 മണിക്കൂറൊക്കെ മാക്സിമം. അതും 10 മോഡൽസ് 15 മോഡൽസിനൊക്കെ നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വിടണം. അപ്പൊ ഇത് എനിക്ക് എപ്പോഴും ചാലഞ്ചസാ. എനിക്ക് ഫുള്ള് ഇപ്പോഴും എന്നെ നെഞ്ചിടിക്കും, ഷോ കഴിഞ്ഞ് റിഹേഴ്സൽ കഴിഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞില്ലേ, മേക്കപ്പ് എനിക്ക് അങ്ങനെയാ ചാലഞ്ചസ്. പിന്നെ ബ്രൈഡ്സ് മേക്കപ്പ് ചെയ്ത് റെഡിയായി, ഹെയർ റെഡിയായി വരുമ്പോഴത്തേക്കും ബ്രൈഡ്സിന്റെ ആൾക്കാർ വരും, റെഡിയായില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് സാരി ഡ്രൈവിംഗ്, പിന്നെ എനിക്ക് വെപ്രാളോ, സാരി ചെയ്യണം, അത് ചെയ്യണം. എന്റെ ഫൈനൽ ടച്ച് ബ്രൈഡ് ഇറങ്ങിയാലും തീരൂല, ലൈക്ക് പുറകെ ചെന്ന്. അപ്പോഴെപ്പോഴും എനിക്ക് ചാലഞ്ചസ്. എപ്പോഴും സ്റ്റൈലിസ്റ്റുകൾക്ക് അങ്ങനെയാണ്, ചിലപ്പോ കണ്ടിട്ടില്ലേ ഇയർ പീസ് ഒക്കെ എടുത്തിട്ട് ഓടുന്നത് ബാക്കില്, ചിലപ്പോ അങ്ങനെയാണ്. എല്ലാ ദിവസവും ചാലഞ്ചസ് ആ സ്റ്റൈലിസ്റ്റുകൾക്ക് ആക്ച്വലി. With that said, നമുക്ക് ഈ ഷോയിലേക്ക് ഒരു ഗസ്റ്റിനെ കൂടി വിളിക്കാം. ഇതിന്റെ എന്റെ നമുക്ക് ഒരു ഗസ്റ്റും കൂടി ഉണ്ട്, അപ്പൊ ആള് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വെച്ച് ഷോ എടുക്കാന്നാണ്. ആക്ച്വലി ഇത് 1-to-1 പറഞ്ഞത്, എന്റെ എക്സ്ക്ലൂസീവ് ആണല്ലോ പറഞ്ഞത് പോഡ്കാസ്റ്റ്. വേറെ ആരും ഉള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. കാരണം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈം കൊടുക്കുന്നതാണ്. പിന്നെ അത്
ഇത് ആക്ച്വലി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് ആരാ ഇത് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാ ഇത് ആരാ വരുന്നത്? ആക്ച്വലി നിങ്ങൾ വരുമ്പത്തേക്ക് നിങ്ങൾ പറയണ്ടേ അത്? അല്ല നമ്മളൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോ സർപ്രൈസ് ആയിട്ടില്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇൻസൾട്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ Actually, see, I'm not interested. ലൈക്ക് നമ്മുടെ ഗസ്റ്റിനെ ഒന്ന് അല്ല, guest നെ അല്ല വരുന്ന ആൾക്കാർക്ക് ഇൻസൾട്ട് ചെയ്യാതെ, കാരണം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ എന്നിട്ട് ആദ്യം പറയണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അതനുസരിച്ചിട്ട് ഒന്നും കൂടി വർക്ക്ഔട്ട് ചെയ്ത് വരില്ലേ. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ഒരാൾ വരുന്നു, അത് എങ്ങനെയാ, അത് ആരാണ് എന്താണെന്നൊന്നും അറിയാതെ നമ്മൾ എങ്ങനെയാ അത്? ഇല്ല, സോറി, ഐ എം നോട്ട്